ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏതാണ്ട് അവസാനിക്കാറായി. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. ആരായിരിക്കും സീസൺ 7ൻ്റെ ടൈറ്റിൽ വിന്നർ? പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അല്ലേ. ഈ സീസണിൽ ആരായിരിക്കും വിന്നർ എന്നുള്ളത് അങ്ങനെ അത്രയ്ക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. 2-3 പേര് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടെങ്കിലും ഇവരിൽ ആരാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും, അല്ലെങ്കിൽ ആകാംക്ഷ ഉണ്ടാകും. എന്തായാലും നന്നായി കളിക്കുന്നവർ തന്നെ സീസൺ 7ൻ്റെ വിന്നറായി തന്നെ വരട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു വിന്നർ വരുന്നത്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രേക്ഷകർ ആരെയാണോ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് അവരായിരിക്കും വിന്നറായിട്ട് വരിക. ഇപ്പോൾ നാളെ മുതൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇനിയുള്ള വോട്ടിങ്ങൾ ഓരോന്നും നമ്മുടെ ഇഷ്ട മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്യാനുള്ള വോട്ടാണ്. അവ ആരാണ് വിജയകിരീടം ചൂടേണ്ടത് എന്നതിൻ്റെ വോട്ട്. ഇതിൻ്റെ ഇടയിൽ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകും. അതായത് ഏത് നിമിഷവും ഏത് സമയവും വേണമെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്നും 1-2 പേര് എന്നേക്കുമായിട്ട് വിട പറയും. ഇതൊക്കെ നമ്മുടെ ഓരോ ദിവസത്തെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥി ടോപ്പ് 5-ൽ എത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിജയകിരീടം ചൂടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നാളെ മുതലുള്ള വോട്ടിങ്ങിൽ കട്ട സപ്പോർട്ട് കൊടുക്കുക. എല്ലാത്തിനും ഒരു കർമ്മ എന്നൊരു സംഭവം ഉണ്ട് അല്ലേ. എനിക്കൊരു കമൻറ്റ് വന്നു കഴിഞ്ഞ ദിവസം. ഈ ഒരു സംഭവം എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. എന്നാൽ ഞാൻ കമൻറ്റ് ഒന്നുകൂടെ ഇവിടെ പിൻ ചെയ്യാമെന്നൊരു വായിക്കാം. വെറുതെ അല്ല ഇയാളുടെ ചാനൽ അടിച്ചു പോയെന്ന്. നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, ഗോൾഡൻ ഡയറീസ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഒരു 1.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. ഞാൻ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയത് സീസൺ 3 മുതലാണ്, മണിക്കുട്ടിൻ്റെ സീസൺ മുതൽ. വളരെ അഭിമാനത്തോടു കൂടി തന്നെ എനിക്ക് പറയാം, ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓരോ കണ്ടസ്റ്റൻസ് തന്നെയാണ് ഇതുവരെയും ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ളത്. അത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ, സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ പറയുന്നു. സീസൺ 3-ലാണെങ്കിലും 4-ൽ 5-ൽ 6-ലാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ്. എനിക്ക് ഇതുവരെയും ഒരു റിഗ്രറ്റ്സും തോന്നിയിട്ടില്ല. ഇന്ന ആളായിരുന്നു വിന്നർ ആവേണ്ടിയില്ലായിരുന്നു, ഒരു യോഗ്യതയില്ലാത്ത ആളാണ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ആ മത്സരാർത്ഥി, ആ വ്യക്തി ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തി അവിടെ കളിക്കുന്ന കളി വ്യക്തമായി മനസ്സിലാക്കി എനിക്ക് എന്താണോ തോന്നുന്നത് അത് മാത്രമാണ് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഒരുപക്ഷെ സത്യങ്ങൾ പലപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. അത് തന്നെയാണ് എൻ്റെ ചാനലിന് സംഭവിച്ചത്. 1.5 ലക്ഷത്തോളം ഫോളോവേഴ്സ്, തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് എനിക്ക് അത്രയും ഫോളോവേഴ്സിന് ആ ചാനലിൽ കിട്ടിയത്. നല്ല രീതിയിലെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടായിരുന്നു. കുറച്ച് പേരുടെ എന്തൊക്കെയോ പ്രവർത്തികൾ കൊണ്ട് അത് ഇല്ലാതായെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഏത് ആർമിക്കാരാണ് അത് എല്ലാം കൂടി കളഞ്ഞതെന്നും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അവർക്കെതിരെ ഞാൻ ഒന്നും ചെയ്യാത്തതും ഒന്നും പറയാത്തതും മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ വ്യക്തി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഒരു ടൈറ്റിൽ വിന്നർ ആവാൻ വേണ്ടിയിട്ട് പരമാവധി ആ മത്സരാർത്ഥി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളെ വേദനിപ്പിച്ചുകൊണ്ടോ ഒരാളെ നശിപ്പിച്ചുകൊണ്ടോ അല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്. ആ അകത്ത് കളിക്കുന്ന മനുഷ്യനെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ ആരോടൊന്നും പറയാതൊക്കെ ഇരുന്നത്. എന്നോട് പലരും ചോദിച്ചു, എന്ത് പറ്റി, താൻ ചെയ്യുന്ന പോലെ തന്നെയല്ലേ ബാക്കിയുള്ളവരും ചെയ്യുന്നത്, എന്നിട്ട് തൻ്റെ ചാനലിൽ മാത്രം എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞത് പ്രശ്നമൊന്നുമില്ല, അത് പോട്ടെ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് നഷ്ടപ്പെടുന്നത് അതിലും നല്ലത് കിട്ടാനാന്ന് പറയില്ല. കമൻ്റ് ഇട്ട ചേട്ടനോടും ഇത് നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ഒരു ചാനൽ കളഞ്ഞു, പക്ഷേ അതിൻ്റെ പിന്നിൽ എനിക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയില്ല. എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവരെ ദ്രോഹിച്ചും ഉപദ്രവിച്ചും വിഷമിപ്പിച്ചും അല്ല നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരാളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ആരെയും വേദനിപ്പിക്കാതെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്യണേ എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. എന്തായാലും നല്ലോണം കളിക്കുന്ന മത്സരാർത്ഥി തന്നെ വിജയകിരീടം ചൂടട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ ഒരു കമൻറ്റ് ആട്ടോ. ഇതുപോലെ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. പക്ഷെ അവർക്കുള്ള ഒരു മറുപടിയാണ് ഞാനിൽ പറഞ്ഞത്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മളെ ദ്രോഹിക്കുന്നവരെ നമ്മൾ തിരിച്ച് ദ്രോഹിക്കല്ല വേണ്ടത്. ഓക്കെ, അവർ ചെയ്തോട്ടെ, അവർ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള എന്താണെങ്കിലും അത് അവർക്ക് കിട്ടും എന്ന് പറഞ്ഞ് ആശ്വസിക്കാറാണ് ഞാൻ പതിവ്. അത് തന്നെ ഞാൻ എൻ്റെ ചാനലിൻ്റെ കാര്യത്തിലും എടുത്തത്. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് അവർ വിജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റാരെയും വേദനിപ്പിക്കാതെ ആളെ സപ്പോർട്ട് ചെയ്യുക. അർഹതപ്പെട്ടവർ വിജയിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.